വെൽക്കം ബാക്ക്. സോ ഞാൻ തേർഡ് ഇയർ എത്തിയിട്ടുള്ള ഫസ്റ്റ് വീക്ക് ഓഫ് മൈ മെഡ് സ്കൂളാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് രാവിലെ 8:30 തന്നെ ക്ലാസ് തുടങ്ങുന്നുണ്ട് തേർഡ് ഇയറിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നമുക്ക് 12 മണിക്കാണ് ക്ലാസ് തുടങ്ങിയത്. ഇപ്പം തേർഡ് ഇയർ ആയതുകൊണ്ട് 8:30 തുടങ്ങും. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യം ക്ലാസ് ഉണ്ടായിരുന്നു, ഇൻറ്റേർണൽ മെഡിസിൻ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ പോയി അവിടെ കുറച്ച് റൗണ്ട്സിനൊക്കെ കൊണ്ടുപോയി കുറേ കുഞ്ഞു പേഷ്യൻസിനൊക്കെ കണ്ട് അതിനുശേഷം വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫാർമക്കോളജി ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് യൂണിവേഴ്സിറ്റി പോകണം, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ കുറേ ഓടി കളിച്ച് അതിനുശേഷം നമ്മൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങനെ പ്രകൃതി രമണീയ അതൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഫെബിയും കൂടെ നമ്മളെ യൂണിവേഴ്സിറ്റി നമ്മൾ നമ്മൾ 2 മാസത്തെ വെക്കേഷന് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ടുള്ളത്. സോ നമ്മൾ കുറേ മിസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു വരുമ്പോൾ. പിന്നെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം, കാരണം ഇവിടെ അടുത്ത് ഹോസ്റ്റലിൻ്റെ അടുത്ത് പാർക്ക് ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും വന്ന് നമുക്ക് നിൽക്കാം. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അനുഭൂതിയാണ്. അതെ അതെ ഇഷ്ടാവും. ഹായ്. അപ്പൊ ഫെബി പറയൂ, ഉസ്ബെക്കിസ്ഥാനിൽ MBBS അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്ത് തോന്നുന്നു? ഇവിടെ എനിക്ക് നാട്ടിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യമല്ല നോക്കേണ്ടത്, ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നാട്ടിൽ അത്ര രമണീയില്ല. ഹായ് ഗൈസ്. സോ ഇത് നമ്മൾ കണ്ടിട്ട് പരിചയമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പരിചയമുണ്ട്. ഇത് നമ്മളെല്ലാവരും പണ്ട് ചെറുപ്പത്തിൽ കണ്ടിരുന്ന ഒരു ഐസ് ഏജ് പറഞ്ഞൊരു ഒരു ആനിമേറ്റഡ് മൂവി ഉണ്ട്. അതിൽ മറ്റേ സ്ക്വിരൽ പോലത്തെ സാധനം എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ചാവ വരെ ചെയ്യും. അത് ഐസ് ബർഗ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങി ആ സാധനമാണ് ഇത് അങ്ങ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഇട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർ DME. രസമുള്ള കുരുമണികൾ, തക്കുടുമണികൾ, നല്ല രസമുണ്ടല്ലേ. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ കുരു. ഓ, റോസിൻ്റെ കുരുവോ? റോസിന് കുരുവൊക്കെ ഉണ്ടോ? ഇതാണ് dandelions wishing on everyone that you would be കുളിര് റംബൂട്ടാന. ഇത് കുത്തും അല്ല, ഇത് കുത്തുന്ന ചെടിയാ, റംബൂട്ടാനൊന്നുമില്ല. നമുക്ക് നല്ല മുള്ളുണ്ട് ഇതിന്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ റൂമി ആയിട്ടുള്ള പാത്തോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സെൻട്രലിൽ എല്ലാ സാധനങ്ങളും, അപ്പം നമ്മുടെ നാട്ടിൽ മുട്ടായി തെരുവൊക്കെ പോലെ ഭയങ്കര പൈസ കുറഞ്ഞ സ്ഥലം കിട്ടുന്ന ഡ്രസ്സും ഗിഫ്റ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് സെൻട്രൽ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവളുടെ ബർത്ത്ഡേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്, ലൈക്ക് ഗിഫ്റ്റും ഡെക്കറേഷൻസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാണ്. അപ്പം ഇത് ഒരു ഡെക്കറേഷൻ, എന്താ പറയുക, ഒരു ക്രാഫ്റ്റ് ഷോപ്പ്, എല്ലാ പ്രൊഡക്ട്സും കിട്ടുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ട്, ഇങ്ങനെ ക്യാൻഡിൽസ്, പിന്നെ പോപ്പർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇനി നമ്മൾ ഫാൻസിയിലോട്ടേക്ക് പോവാണ്. ലൈക്ക് അവൾക്ക് കമ്മൽ വേണം, റിങ് കമ്മൽ. അപ്പം അത് നോക്കാനും പിന്നെ കേക്ക് വാങ്ങണം. അപ്പം നമ്മളിങ്ങനെ തെറ്റി നടക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ എത്തുമ്പോൾ
എത്രയെന്ന് വെച്ചാൽ ഇത് അത് കളയിലിട്ട് നീ കണ്ടത് അത് പോയി. ഇതില്ലേ ഇതാര് ഷോപ്പ് അറിയോ നമ്മളെ ഗൈസ് നിങ്ങൾ കണ്ടോ നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് കൊറിയക്കാരൊക്കെ കൂടെ ഇരിക്കണുണ്ടോ നിനക്ക് ഇത് വാങ്ങിക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഷോപ്പിൽ നമ്മൾ 1 കിലോന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ 1,50,000 സോം ആവണുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി. അപ്പോൾ ഞാനവിടെ പോയിട്ട് 2 പൈജാമ സെറ്റ് എടുത്ത്. കാരണം ഇവിടെ ഒറ്റൊരു പൈജാമ സെറ്റിന് തന്നെ 1,40,000 വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 എടുത്തപ്പോൾ ഞാൻ 1,30,000 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി വാങ്ങി. എന്നിട്ട് നമ്മൾ റൂമിലെത്തി. ഇനി നമുക്ക് ഡെക്കറേഷൻ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങണം. അപ്പോൾ നമ്മൾ ബലൂൺസൊക്കെ ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തർ ഊതുന്നുണ്ട്, കെട്ടുന്നുണ്ട്, ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Happy birthday to you. Happy birthday, dear Patu. Happy birthday to you. പിറ്റേന്ന് പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സെറ്റ് ബിരിയാണി വെച്ചു. പിന്നെ അവളിങ്ങനെ ഈ സീരീസ് ഡ്രാമ ഒക്കെ കാണുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ബാത്ടബിൽ നല്ല ഒരു ക്യാൻഡിൽ ലൈറ്റ് ബാത്തിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും വീഡിയോസ് വരും, ഇതുപോലത്തെ വീഡിയോസ് തന്നെ ഇനിയും വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.